नमस्ते। अद्यतन विषयः रथोद्गत छन्दः. രഥോദ്ഗത ഛന്ദസ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ആദ്യമായിട്ട് അതിൻ്റെ ലക്ഷണം. രാന്നരാവിഹ രഥോദ്ഗത ലഘൗ. രഗണം, നഗണം, രഗണം. പിന്നെ ലഘു, ഗുരു. ഇങ്ങനെ രഥോദ്ഗത വരികയാണ്. അപ്പോൾ ഇവിടെ ഈ ലക്ഷണത്തിൽ രാന്ന രാ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ രാ, ന, രാ 3 ഗണങ്ങളെ അവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ രഥോദ്ഗത ലക്ഷണം നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. രാന്ന രാവിഹ രഥോദ്ഗത ലഘൗ. ഇനി ഉദാഹരണം നോക്കാം. ഈ ലക്ഷണത്തിൽ തന്നെ ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ആദ്യം മധ്യ ലഘു രഗണം, പിന്നെ സർവലഘു നഗണം, വീണ്ടും എന്താണ് മധ്യ ലഘു രഗണം. അങ്ങനെ രാന്നര. പിന്നെ അവസാനം എന്താണ് ലഘു ഗുരു. ഓക്കെ. ഉദാഹരണം. രമ്യ നർമ്മ കളഭോഗ തർജനി ബ്രൂലതേവ തരളാരിയോഷിതാം വൈജയന്ത്യഭിമുഖി രണേ രണേ ബാധിതേ നരപദേ രഥോദ്ഗത. ഒന്നാമത്തെ ലൈനിലാണ് വൃത്തം തിരിച്ചിരിക്കുന്നത്. രമ്യ നർമ്മ കളഭോഗ തർജനി. രമ്യ ന 3 അല്ലേ? ഇർമ ക ള 6. ഭോ ഗ ത 9 അല്ലേ? പിന്നെ 2 അങ്ങനെ 11 വർണ്ണങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ര, ന, ര എന്നീ ഗണങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ര, മ്യ, ന. ര ലഘുവാണ്, പക്ഷേ സംയുക്താക്ഷരമുള്ളത് കൊണ്ട് ഗുരുവായി. അങ്ങനെ ര, മ്യ, ന എന്നത് മധ്യലഘു രഗണമായി. പിന്നെ ഇർമ ക ള, അവിടെ 3 സർവലഘു നഗണം. പിന്നെ ഭോ ഗ ത, അവിടെ മധ്യ ലഘു വീണ്ടും രഗണം വന്നു. പിന്നെ ഇർജ നി, ഇർജ എന്നത് ലഘു, നീ എന്നത് ഗുരു. അങ്ങനെ രഥോദ്ഗത വന്നിരിക്കുകയാണ്. ഇതുപോലെ ബാക്കിയുള്ള ലൈന് ചെയ്തു നോക്കിയാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ഉദാഹരണം. രാധിക ദധി വിലോടനസ്ഥിത കൃഷ്ണവേണുനിനദൈ രഥോദ്ഗത യാമുനം തടനി കുഞ്ചമഞ്ജസാസ ജഗാമ സലിലാഹൃതിച്ഛലാത്. ഇവിടെ 11 വർണ്ണങ്ങളിൽ രഥോദ്ഗതയുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ആദ്യം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അവിടെ രാധിക ദധി വിലോടന സ്ഥിത എന്നതിൽ രഥോദ്ഗത ഉണ്ടാവണം. ബാക്കിയുള്ളതിൽ അങ്ങനെ 11 വർണ്ണങ്ങളെ വീതിച്ചിട്ട് നമുക്ക് രഥോദ്ഗതയെ തിരിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ രാ ദീർഘമാണ്. രാധിക എന്നതിലെ രാ ദീർഘമാണ്, അതുകൊണ്ട് ഗുരു. ധി എന്നത് ലഘുവാണ്, ഹ്രസ്വമാണ്, അതുകൊണ്ട് തന്നെ ലഘു. ക ഗുരു. അങ്ങനെ മധ്യലഘു രഗണം. പിന്നെ ദ, ധി, വി 3 ഹ്രസ്വമാണ്, അതുകൊണ്ട് 3 ലഘു നഗണം. പിന്നെ ലോഡന, ലോ ഗുരു, ഡ ലഘു, ന
ഗുരു, കാരണം സംയുക്താക്ഷരം ഉള്ളതുകൊണ്ട്. അങ്ങനെ മധ്യലഘു വീണ്ടും രഗണം. സ്ഥിത, അവിടെ സ്ഥി എന്നത് ലഘു, ത ഗുരു. അങ്ങനെ രഥോദത ഛന്ദസ് വരികയാണ്.